ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു അടിപൊളി ഏട്ടക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായ ചെറുള്ളി, 3 പച്ചമുളക്, കുറച്ച് വേപ്പിൻ്റെ ഇല, ഇഞ്ചി, തക്കാളി, വെളുത്തുള്ളി. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ച് തിളച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം, കുറച്ച് ചെറുള്ളി ഇട്ട് കൊടുക്കാം, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കാം. നമുക്ക് തക്കാളി ഇടാവേ, ഒരു തക്കാളി ഇട്ടാ. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇടാം നമുക്ക്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. ഇനി ഒന്ന് തീ കൂട്ടി വയ്ക്കാം. നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. കൂട്ടാൻ നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. നമുക്കതിലേക്ക് ഏട്ട പീസുകൾ ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച് മറിയുന്നുണ്ട് ഗൈസ്. അപ്പം നന്നായിട്ട് ഏട്ടക്കറി വെന്തുണ്ട്. നമുക്കിത്തിരി ഒരു തരി വെളിച്ചെണ്ണ മുകളിലൊന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റി ഇത് കൊടുക്കാം. ഒരു ലേശം വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. എന്താ കാണിക്കലത്? എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല മക്കളെ, സൂപ്പർ. ഇങ്ങനെ ഒന്നൊരു ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ഏട്ടക്കറി.